ഇത് കണ്ടില്ലേ, ചുറ്റുഭാഗം മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാട്ടത്. കണ്ടോ, എവിടെ നോക്കിയാലും മലയാണ്. എൻ്റെ ബാക്ക് നോക്കുകയാണ് നിങ്ങൾ. ഈ കാണുന്നത് ഇവിടെ അടുത്തുള്ളൊരു മലയാണ് കേട്ടോ. ഇത് റോക്ക് വുഡ് മല എന്ന് പറയാം. ഇതിൻ്റെ അപ്പുറം റോക്ക് വുഡ് എന്ന സ്ഥലമാണ്. അപ്പോൾ ആ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. വലിയ മലയാണ്, പക്ഷേ പിന്നെ ശരിക്ക് ആകെ മൂടി കെട്ടിയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും കാണുന്നില്ല. ക്യാമറയിൽ തീരെ ക്ലിയറില്ല, കൊണ്ട് ക്യാമറയിൽ കാണുന്നില്ല. ആകെ മൂടി, ആകെ കോട മൂടിയിരിക്കുന്നു. കണ്ടില്ല, നല്ല ഒരു കാണാൻ നല്ലൊരു രസമുള്ള സ്ഥലമാണ്. പക്ഷെ എന്താ ചെയ്യുക, കണ്ടോ, ഇത് ചുറ്റുഭാഗം മലയാണ് കേട്ടോ. ഇത് ആകെ കുന്നുകൾ. മാറിപ്പോയിക്കൊണ്ടോ, വെയിൽ, കുറച്ച് ഒരു വെയിൽ വന്നിട്ടുണ്ട്. പക്ഷെ മലൻ്റെ ഭാഗത്ത്, ആ മലൻ്റെ ഭാഗത്ത് ഇപ്പോഴും ശരിക്ക് കോട മാറിയിട്ടില്ല. ഇത് കണ്ടില്ലേ, ആ താഴെ ഭാഗത്തു നിന്നേ ഇപ്പോഴും സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിൽ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ഭയങ്കരമായിട്ടുള്ള സൗണ്ട്, കരടിൻ്റെ സൗണ്ട് തന്നെയാണ് അത്. ഞാൻ വല്ലച്ച ഇവിടുന്ന് പോകാൻ നോക്കട്ടെ. ഇവിടുന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊക്കെ വീടൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ കുന്നിൻ്റെ ആ ഭാഗത്ത് വീടൊക്കെ ഉണ്ട്. വീട് എല്ലാം കുറേ വീടുകളുണ്ട് കേട്ടോ. പേടിക്കൊന്നും വേണ്ട. പക്ഷെ ഇവിടെ ഇതിങ്ങോട്ട്, പിന്നെ ആ ഭാഗം അങ്ങോട്ട് പോകണം. എന്താ വെച്ചാൽ ഇത് ഈ ഫോറസ്റ്റ് ഏരിയയാണ് ഇത്. ഇവിടുന്ന് അങ്ങനെ ഓടി പോകാൻ പറ്റില്ല. കരടി വന്നിട്ട് ഓടിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്താ ഓടിപ്പോകണമെന്ന് പറഞ്ഞാൽ ഇതൊരു വേറൊരു സംഭവം ഉണ്ട് ഇവിടെ. എന്താ വെച്ചാൽ അത് ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ കാണിച്ചു തരാൻ. ഇവിടെ പുറത്തുനിന്ന് ഇങ്ങോട്ട് മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു സംഗതി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ ആളുകൾ ഇവിടെ ഒരു സംഗതി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. താഴെന്ന് ആ സൗണ്ട് ഇപ്പോഴും ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ്ടോ നിങ്ങൾ, ആ മണ്ണ് കൂട്ടിയത് കണ്ടോ, ആ മണ്ണ് കൂട്ടിയതാണ് കേട്ടോ. അത് എന്താണെന്ന് അവിടെ അടുത്ത് പോയാലും നിങ്ങൾക്ക് കാണുള്ളൂ. ഇതിവിടെ ആന വരാക്കാനാണ്, അല്ലാതെ വേറെ മൃഗങ്ങളൊക്കെ വരും. ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് ഞാൻ അവിടെ അടുത്ത് പോയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, അത്രയും ദൂരത്ത് ഇത് ഈ മലൻ്റെ ചുറ്റുഭാഗം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറേ വീടുകളുണ്ട്, പിന്നെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ആനകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പല സംഭവങ്ങളും ചെയ്ത് വെച്ചിരുന്നു. വേറെ ഒന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ. ഇത് കണ്ടോ, വലിയ കിടങ്ങ് കീറി വെച്ചു. കണ്ടോ, എൻ്റെ അമ്മ, ഒരു ആയം ഒരു 10 അടി എന്തായാലും ആയുണ്ട്. വീതി ഒരു 8-9 അടി വീതിയുണ്ട്. ഇത് കണ്ടോ, തല വരും. ആ കുന്നിൻ്റെ, ഈ കാണുന്ന കുന്നിൻ്റെ സൈഡ് മൊത്തം, ഈ ഗ്രാമം മൊത്തം അങ്ങോട്ട് ഫുള്ള് കവർ ചെയ്ത് വെച്ചിരിക്കണം. ഈ ഗ്രാമം ഈ കിടങ്ങ് കേട്ടോ.
ഇത് കണ്ടില്ല നിങ്ങൾ? അപ്പോൾ ഞാൻ ഇവിടെ ആന വന്നാലും ഞാൻ ഈ കിടങ്ങക്ക് ചാടേണ്ടി വരും. കാരണം ഞാൻ നിൽക്കുന്നത് ഫോറസ്റ്റ് ഏരിയയിലാണ്. ഇത് കണ്ടോ, ഇത് മൊത്തം ഉണ്ടോ തലവരെയുണ്ട്. തലവരെന്ന് പറഞ്ഞാൽ ഈ ഭാഗം മൊത്തം കവർ ചെയ്ത് പോണത്. ഈ വീടുകളും കൃഷിയൊക്കെ ഉള്ള സ്ഥലം ഇവിടുത്തെ ജനങ്ങളെ പരാതി കൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കിടങ്ങ് ചാടിക്കിടക്കണം. ചാടിക്കിടക്കാൻ എത്തൂല, ചാടാൻ കഴിയൂല. താഴേക്ക് ഇറങ്ങിയിട്ട് അപ്പുറം കിടക്കണം, കുത്തിപ്പിടിച്ച് കയറി അങ്ങോട്ട് പോകണം. കണ്ടില്ലേ, അവിടെ കാണൊക്കെ കുറേ അവിടെ വീടുകളൊക്കെ കാണുന്നുണ്ട്. ഇതിലും ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. മേലെ കാണുന്നത് ടാങ്കാണ്. ആ താഴേക്കില്ല വീടുക്കില്ലൊക്കെ വെള്ളം വിടുന്നിട്ടൊക്കെ വെള്ള ടാങ്കാണത്. ഇവിടുത്തെ ജലനിധിൻ്റെ വെള്ളമാണത്. ഇത് കണ്ടോ, JCB ആണിത് വന്ന് മാന്തിയിട്ടുള്ളത്. നല്ല ആഴത്തിൽ മാന്തിക്കണം കേട്ടോ. ആന ഒരിക്കലും അപ്പുറത്തേക്ക് കിടക്കൂല. ആനകൾക്ക് അങ്ങോട്ട് പ്രവേശനം അപ്പോൾ നിഷേധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറെ മൃഗങ്ങളൊക്കെ വന്നിടായില്ല. പുലിയൊക്കെ പൊടുന്നപ്പോൾ അവിടെ നിന്ന് ചാടുമല്ലോ. പുലി കരടിയൊക്കെ 9 അടി 10 അടി ഒന്നും അവർക്ക് ചാടുന്ന വിഷയമല്ല. പക്ഷെ ആന കിടക്കൂല കേട്ടോ. ആന ഒരിക്കലും കിടക്കൂല. ആ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഞാൻ അപ്പുറത്ത് കിടക്കാൻ പോവുകയാണ്. ആ സൗണ്ട് ഇതാ മേലക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. ആ കരടിൻ്റെ സൗണ്ടേ എനിക്ക് ശരിക്കും കേൾക്കുന്നുണ്ട്. ഈ മേലത്തെറ്റ് എത്തിക്കണത് ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്കാണോ വരുന്നത് എനിക്കറിയില്ല. അതോ ഇനി അതിൻ്റെ അപ്പുറ ഭാഗത്തേക്ക് പോകുകയാണെന്ന് എനിക്കറിയില്ല. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇല്ലല്ല, അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. സൗണ്ട് അടുത്തേക്ക് വരുന്നുണ്ട്. പേടിച്ചാനൊന്നുമില്ല, ഓടിക്കോ. ഓടുക നല്ല ഇനി ഓടുക നല്ല. കാരണം ഇവിടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓ എൻ്റെ അമ്മേ, എനിക്ക് ഞാൻ കടന്ന സ്ഥലം എനിക്ക് കാണണം ആദ്യം. ഞാൻ കിടങ്ങ് ചാടി കിടക്കാൻ എനിക്ക് കഴിയൂല. കിടങ്ങ് എവിടുന്നപ്പോൾ ഞാൻ കയറിയത്? ഒരു പിടുത്തവും കിട്ടണില്ലല്ലോ. സലീം കുമാർ പറഞ്ഞ മാതിരി എൻ്റെ അമ്മ. ഇതൊന്നല്ല ഞാൻ കടന്ന സ്ഥലം, അങ്ങ് മേലെയാണ്. ആളുകൾ നടന്ന സ്ഥലം കാണുന്നുണ്ട്. ഓ,
ഇത് കണ്ടില്ലേ നിങ്ങൾ? ആൾക്കാർ ഈ കിടങ്ങ് ചാടി കിടക്കുന്ന സ്ഥലമാണിത്. ഞാനും ഇതിലെ പോലെ തന്നെ കയറിയത്. ഇനി ഞാൻ ഇതിലെ തന്നെ ഇറങ്ങട്ടെ. താഴേക്ക് ചാടുമോ? അല്ലോ, ബാക്കിലാണെങ്കിൽ കരടി, മുന്നിലാണെങ്കിൽ ഗർത്തം. അല്ലോ, ചെകുത്താനും നടക്കടലെന്ന് പറഞ്ഞു കേട്ടു. ഇത് കരടിൻ്റെയും ഗർത്തത്തിൻ്റെ അടിയിൽ പൊട്ടുന്ന് ആദ്യമായിട്ടാണ് കേൾക്കണത്. അല്ലോ, ഇതാണ് കേട്ടോ ഗർത്തത്തിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഇവിടെ കല്ലൊക്കെ ഇടിഞ്ഞ് വീണിക്കണമല്ലോ. വലിയ കല്ല് ഇടിഞ്ഞ് വീണിക്കണം. ഇതുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഗർത്തത്തിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് നടന്ന് കാണിച്ചു തരാം. ഇനി അധികം ദൂരം പോകണ്ട. ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്നും വരുമൊന്നുമില്ല. പക്ഷെ കരടിയും പുലിക്കൊന്നും ഈ ഗർത്തൊരു വിഷയമൊന്നുമില്ല, കാര്യമല്ല. ആനക്കേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് നമ്മൾ പതുക്കെ മുങ്ങുക നല്ലത്. ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഓഫീസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഫോറസ്റ്റുകാരെ ഇതൊക്കെ ഉണ്ട്. ഓല് കണ്ടാൽ അതൊക്കെ നമുക്ക് നല്ല വായിന്നെല്ലാം കേൾക്കും. ഓല് ഇങ്ങോട്ട് നമ്മളെ കണ്ടാൽ കടത്തി വിടൂല കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ പോകുന്നപ്പോൾ കണ്ടതാണ്. പക്ഷെ ഓലൊന്നും അവിടെ പുറത്തില്ല. ഓല് കണ്ടാൽ നമ്മളെങ്ങോട്ടാണ് പോകണമെന്നൊക്കെ ചോദിക്കും. ഓല് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സേഫ്റ്റിയാണ് ഓല് നമ്മളെ ചീത്ത പറയല്ല. നമ്മളെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഓല് പറയണത്. വെറുതെ കയറാൻ കഴിയുന്നില്ലല്ലോ. ഇതൊക്കെ കാട്ടിന് കണ്ടാലേ, ഇതൊക്കെ ഞാൻ ചെയ്യണ കണ്ടാൽ ഫോറസ്റ്റുകാർ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നോ, ഈ സെൽഫി സ്റ്റിക്ക് മേടിച്ചിട്ട് തലക്കൊന്ന് തരുണ്ടേ. ഈ ആദ്യം മലങ്കാട്ടിൽ വന്നിട്ടാണ് എൻ്റെ അഭ്യാസങ്ങളെന്ന് ചോദിച്ചു. അതാണ് ഇപ്പോൾ അവസ്ഥ. കണ്ടോ, അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് പോകാം. ആനകൾക്കും തന്നെ ഇങ്ങനെ സൈഡ് പോകാം. അങ്ങോട്ട് കിടക്കാൻ. അവിടെ നിന്ന് ഇങ്ങോട്ടാട്ടോ. അവിടെയാണ് ഫോറസ്റ്റിൻ്റെ ഇത്. ഞാൻ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കടന്നിട്ട് പിന്നെ ഞാനിതുവരെ നിങ്ങളോട് ഗർത്തെന്നൊക്കെ പറഞ്ഞിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. അത് ആ കരടി വന്നപ്പോൾ ഓടിയതിലേ ഗർത്തെന്നല്ലല്ലോ പറയാം. എന്താ കിടങ്ങ് എന്നല്ലേ പറയാം. കിടങ്ങ് ഗർത്തെന്നല്ലതുകൊണ്ട് പറയാം. ഗർത്തെന്നാണ് ഗുഹയല്ലേ, എന്താ സംഭവം എനിക്കറിയില്ല. പിന്നെ ഇത് കിടങ്ങാണ്. ഞാൻ ആ കരടിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാനൊക്കെ പരിസര ബോധം നഷ്ടപ്പെട്ടതാണ് എനിക്ക്. ഓടിയപ്പോഴേ വാക്കുകളൊക്കെ മാറിപ്പോയി. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ശരിയായ പേരൊന്നും അറിയില്ല. സംഭവം കരടി തന്നെയാണ്. എനിക്ക് അതിൻ്റെ സൗണ്ട് ശരിക്കും അറിയാം. അത് ആദ്യം കേൾക്കുമ്പോൾ താഴെന്ന് അപ്പുറത്തുനിന്ന് ഭാഗത്തുനിന്ന് കേട്ടിരുന്നു.
പിന്നെ ഞാൻ 2 വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ആ ഭാഗത്തു നിന്നൊക്കെ പോയി ഇങ്ങോട്ട് തന്നെ വന്നപ്പോഴത്തേന് അതിൻ്റെ സൗണ്ട് ഇവിടെ അടുത്തെത്തിക്കണം. ഇവിടെ അടുത്ത് പറഞ്ഞാൽ വളരെ അടുത്തെത്തിക്കണം. അപ്പോൾ ഞാൻ ഓടിയത്. കാരണം അത് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കരടിയാണ്. കരടി ആകുമ്പോൾ ഒരു പദം ഉണ്ടാവില്ല. കരടിക്ക് നമ്മളൊരു പരിചയമല്ലല്ലോ, മുൻ പരിചയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്ന ഒരു പരിചയം, ഒരു ധാരണയില്ല. അതുകൊണ്ട് ഓടിക്കുകയാണ്. വേണ്ട, ഈ വഴിയൊക്കെ കണ്ട് ഇതൊക്കെ കിടങ്ങ് തന്നെയാണ്. അല്ല, അത് വഴിയാണ്, റോഡാണ്. എന്തായാലും ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഞാൻ ഇവിടെ അടുത്തൊരു കട ഉണ്ട് കേട്ടോ. നമ്മളെ കുന്നുമ്പക്കോണ അടുത്തൊരു കട ഉണ്ട്, ചെറിയൊരു കട ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചാണ് വെള്ളം. ഓടിയിട്ടേ ചങ്കിലെ വെള്ളമൊക്കെ മരുഭൂമി മതിയായിരിക്കും. അപ്പോൾ ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചു അവിടെ കരടി ഉണ്ടാവുമോ ചോദിച്ചു. ഞാൻ സൗണ്ട് കേട്ട് പറഞ്ഞപ്പോഴേ ആ കരടിയൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ മേലക്കൊന്നും കയറി വരില്ല, രാത്രിയൊക്കെ വരും, പകലൊന്നും അങ്ങനെ വരില്ല പറഞ്ഞു. പക്ഷേ എന്നാലും അങ്ങനെ ഞാനാ പോയ ഭാഗത്തേക്കൊന്നും അങ്ങനെ വരലില്ല. അവിടെ പിന്നെ കന്നുകളൊക്കെ കെട്ടലുണ്ടെന്നാണ് പറഞ്ഞു. ഈ ആടിനി കന്നുകളൊക്കെ കെട്ടലുണ്ട്, അങ്ങോട്ടൊന്നും വരലില്ല എന്ന് പറഞ്ഞു. കുറേ ചെക്കന്മാർ വരുന്നുണ്ട്. ആ കുന്നുമ്മക്ക് പോകാനാണാവോ. അങ്ങോട്ട് കുറേ ആൾക്കാർ വരലുണ്ട് കേട്ടോ. ഇപ്പോൾ ആ കിടങ്ങ് കയറിയില്ലേ, അതിൻ്റെ മുന്നേ കുറേ ആൾക്കാർ വന്നിരുന്നു. ഞാനും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആരും അങ്ങനെ വരുന്നില്ല, കിടങ്ങ് ചാടിക്കിടക്കണമല്ലോ. അപ്പോൾ ആദ്യം പിന്നെ ഇവിടുത്തെ ഫാമിലി അടക്കം വരലുണ്ട് അവിടെ കാണാൻ. നല്ലൊരു പ്ലേസാണത്. പക്ഷേ ഇവിടെ അടുത്തൊക്കെ വീടുകളുണ്ട്. പിന്നെ ഇവിടെ ഇത് പുറം നാട്ടുകാർക്കൊന്നും അറിയില്ല. ഇവിടെ ഈ പ്രദേശത്തുള്ളവർക്കും അതേമാതിരി ഗൂഡല്ലൂർ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം. അല്ല, ദൂരത്തുനിന്നും കേരളത്തിൽ നിന്നും ആൾക്കാരും കിട്ടില്ല. പക്ഷേ ഇപ്പം ആ കിടങ്ങ് കയറിയോണ്ട് ചാടിക്കിടക്കാൻ കഴിയില്ലല്ലോ. ഇപ്പം അങ്ങനെ വരലില്ല. അതിനെ കിടങ്ങ് കയറി കഴിഞ്ഞാൽ ഫോറസ്റ്റ് അപ്പുറം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസും ഉണ്ട്, പോലും സമ്മതിക്കൂല. എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഓടുന്നത്. ഇതിന് മുമ്പ് അന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതില്ലേ, അന്ന് നമ്മൾ വെള്ളച്ചാട്ടം കണ്ടിട്ട് അങ്ങോട്ട് പോയി നോക്കി. അന്ന് ഇതിപ്പോൾ നമ്മൾ സൗണ്ടിലോട്ടേക്ക് പോയി നോക്കാൻ പറ്റില്ലല്ലോ, കരടിയല്ലേ. അന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടിട്ട് അങ്ങോട്ട് കാണാൻ പോയതാണ്. ഇതിപ്പോൾ അതുമാതിരി പോകാൻ പറ്റില്ലല്ലോ. ഇത് അങ്ങോട്ട് വരികയല്ലേ, നമ്മളങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് വന്നോളും. അതിന് ഐസാരം വന്നു. അപ്പോൾ ഐസ് പഴയ ഓർമ്മയിലേ കണ്ടോ, എന്താ കളർഫുള്ളാണ് ഐസ്. സേമിയന് കണ്ടോ, പഴയ ഓർമ്മയിലേ ഒന്ന് മേടിച്ചാൽ പിന്നെ നല്ല ഓടിയിട്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ആ താത്താരെ കണ്ടില്ല നിങ്ങൾ, ഓല് എന്നോട് പറഞ്ഞു അവിടെ കരടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഐസാരനും പിന്നെ ഇവിടെ ആളല്ല, അയാളും പറഞ്ഞു എന്തിനാ വെറുതെ ഒറ്റക്കൊക്കെ വരുന്നത് ഒക്കെ പറഞ്ഞു. നമുക്കിതറിയില്ലല്ലോ, കരടിയൊക്കെ ഈ പച്ചപ്പായ. ആ താത്താര് പറഞ്ഞു ഇവിടെ കരടിയൊക്കെ ഉണ്ട്, കരടിയും പുലിയും ആനയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ റോഡ് കേട്ടോ. ഇത് കാട്ടുകുട്ടിയാണ് ഈ റോഡ് വളരെ ചെറിയ റോഡാണ്, വീതിയൊന്നുമില്ല. 2 സൈഡിലും കാട്.
അപ്പോൾ വണ്ടി നല്ല, പക്ഷേ റോഡില്ല, ചെറിയ റോഡാണെങ്കിൽ നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ. വലിയ പരിക്കില്ലാത്തതുകൊണ്ടേ റോഡിനൊരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷെ ഒരു വണ്ടി വന്നാൽ, എന്തെങ്കിലും മൃഗങ്ങൾ മുന്നിൽ വന്നാൽ ഒരു രക്ഷയില്ല. റിവേഴ്സ് പോകാനും കഴിയില്ല, കാരണം വീതി കമ്മിയായതുകൊണ്ട്. എത്ര രീതിയിൽ റിവേഴ്സ് പോവുക, പിന്നെ ഫ്രണ്ടിലേക്ക് എടുക്കാനും കഴിയില്ല. പിന്നെ ഉള്ളത് ഞാനെടുത്ത അടവുണ്ടല്ലോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങുക ഓടുക, അതേ രക്ഷയുള്ളൂ. കണ്ടോ, രണ്ട് ഭാഗം കാടാണ്. അതിനാണ് ഞാൻ ആ കിടങ്ങ് കയറിയിരിക്കണത് കേട്ടോ, ആന വരുന്നതിനേ. ഇതൊരു കുന്നിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്. താഴെ ഭാഗത്തേക്ക് പിന്നെ ഞാനിപ്പോൾ ഈ പോണ ഭാഗത്തേക്ക് കുറേ വീടുകളും ജനങ്ങളൊക്കെ അല്ലേ, ജനങ്ങളിലെ സ്ഥലമാണ്. അതേമാതിരി തന്നെ ഈ റോഡ് നേരെ പോയിട്ട്, ഞാൻ പോയ കുന്നിൻ്റെ ആ സൈഡ് ഭാഗത്ത് കൂടി പോയിട്ട് നേരെ അപ്പുറ ഭാഗത്ത് പോയാലും കുറേ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇതിങ്ങനെ ഈ റോഡ് നേരെ ദേവർശോല എത്തുട്ടോ, ദേവർശോല. ഞാനീ പോണ ഭാഗം പാടന്തറ മർക്കസിൻ്റെ ആ റോഡാണ്. അതാണ്ട് നിങ്ങൾ പന്നിയാൾ ചാടി ഇറങ്ങി പോണ സ്ഥലമാണിത്. കണ്ടോ, ഈ മേലെ കുന്നും വന്ന് പന്നിയാൾ ഇറങ്ങിയാണ്ട്, കൂട്ടപ്പന്നിയാൾ ഇങ്ങനെ ഇറങ്ങി ഓടുന്ന സ്ഥലമാണ്. ഈ കാണാണ് കേട്ടോ ഫോറസ്റ്റിൻ്റെ ഓഫീസാണിത്. ഫോറസ്റ്റിൻ്റെ പോലെ അവർക്ക് ദൂരം നോക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തു പോകും. ഇതാണ് ആ സംഗതി. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഇവിടെ ഒന്നും പുറത്ത് കാണുന്നില്ല. കണ്ടോ, ഇതാണത്. കണ്ടോ, ഈ ഒന്നും ഇങ്ങോട്ടും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിലും കയറി പോയാൽ മതി. കണ്ടോ, ഇത് കണ്ടില്ല നിങ്ങൾ, ഇവിടുത്തെ ആദിവാസികൾ വിറകുണ്ടാക്കി കൊണ്ടുപോകാണ് കേട്ടോ. ഓല് ഇവിടെ വിറകുണ്ടാക്കാൻ വന്നവരാണ്. പോലി കാട്ടിൽ നിന്ന് വിറകുണ്ടാക്കി കൊണ്ടുപോവാണ്. ഓരോ മെയിനാണ്. നമ്മളെ പോയ ഭാഗത്തേക്കൊന്നും പോകില്ല. ഇതിൻ്റെ ചെറിയ ഭാഗത്തൊക്കെ ആയിട്ടേ ഈ ആനകൾ വരാത്ത സ്ഥലം ഉണ്ടല്ലോ, മൃഗങ്ങൾ, ആ ഭാഗത്തുനിന്ന് ഉണ്ടാക്കി പോരും. പിന്നെ ഓർക്ക് പേടിയൊന്നുമില്ല കേട്ടോ, ആദിവാസികളല്ലേ. ഓർക്ക് കാടൊക്കെ നല്ല പരിചയമുണ്ട്. ഓരോ പെണ്ണുങ്ങളാണ് ഒരൊറ്റക്ക് വിറകുണ്ടാക്കി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതാണ് കേട്ടോ ഇവിടെ ചായൻ്റെ ഇല നുള്ളിയിട്ട് കണ്ടോ ചാക്കിലാക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ പ്രൈവറ്റാണ്, അതാണ് ഒറ്റ ചാക്ക് തന്നെ ഉള്ളത്. ചെറിയ ചെറിയ തോട്ടങ്ങളൊക്കെ പ്രൈവറ്റാണത്. അത് കുറേ ഒന്നും ഉണ്ടാവില്ല, ചിലർക്ക് കുറേ ഉണ്ടാവും. അത് ഇനി ഇങ്ങനെ ചാക്കിലാക്കിയിട്ട് ഇളയ ഇല നുള്ളിയിട്ട് ഇങ്ങനെ ചാക്കിലാക്കിയിട്ട് അത് തൂക്കിയിട്ട് അതിൻ്റെ വെയിറ്റിനനുസരിച്ചാട്ടോ. ഇതിലെ വണ്ടി വരും ഞാൻ എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഈ റോഡിൻ്റെ സൈഡിലൊക്കെ എല്ലാവരും കൊടുന്ന് വെക്കും. വണ്ടി പോകാത്ത സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങോട്ട് കൊടുന്ന് വെച്ചിട്ട് ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുക. കാരടിൻ്റെ അടുത്തുനിന്ന് ധൈര്യസമേതം ഓടി രക്ഷപ്പെട്ട എന്നോടാണ് നായി വന്നിട്ട് എവിടുക്കാടാ പോകുന്നത്. നായിൻ്റെ മുന്നിലൊന്നും കണ്ടേ. അത്രയും വലിയ കാരടിനോട് നമ്മൾ വെല്ലു വിളിച്ചിട്ട് നമ്മൾ ഓടിപ്പോകുന്നത്. എന്നിട്ടാണ് ആ നായിൻ്റെ മുന്നിലൊന്നും കണ്ട് എവിടുക്കാടാച്ച് പോകുന്നത്. എന്താ പതിച്ചു ചോദ്യം, എന്താ ഗുണ്ടായിസത്ത്, എന്താ വെള്ളരിക്കാ പട്ടണം.